നിലവിലെ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ അലി ഖംനായുടെ പ്രസ്താവന ഇന്നലെ പുറത്തു വന്നു. അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പ്രാധാന്യത്തോടു കൂടിയാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഖംനായുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും എന്നുള്ളതാണ്. അഥവാ യുദ്ധം അവസാനിച്ചിട്ടൊന്നുമില്ല, അതിന് തുടർ ചലനങ്ങൾ ഉണ്ടാവും എന്ന് അദ്ദേഹം കൃത്യതയോടുകൂടി പറഞ്ഞു. റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പ്രാധാന്യത്തോടുകൂടെ റിപ്പോർട്ട് ചെയ്തു. അത് ഇന്നലെയാണ് മുജ്തബ ഖമേനി ആ പ്രസ്താവന പുറപ്പെടുവിച്ചത്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ് തൻ്റെ പിതാവ് ആയത്തുള്ള അലി ഖംനായി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആമുഖത്തിൻ്റെ മധ്യഭാഗത്ത് പറയുന്നു, ഇത് രക്തസാക്ഷിത്വമാണ്, രക്തത്തിന് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മുജ്തബ ഖംനായി ആയത്തുള്ള അലി ഖംനായിയുടെ മരണാനന്തര ചടങ്ങിൽ രണ്ടിടത്ത് രഹസ്യമായ രീതിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പ്രാദേശിക തലത്തിൽ മാത്രമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഒരു പക്ഷേ അത് പുറത്തുവിടാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സാധ്യതയുണ്ട് എന്നും പറയുന്നു, ഔദ്യോഗികമായി തന്നെ ഇറാന് പുറത്തുവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ മരണ രീതിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഖംനായിക്ക് 5 മക്കൾ. 5 മക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന മകനാണ് എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മകനെ പോലെയുള്ള വളർത്തു മകൻ അങ്ങനെയാണ് എന്നും പറയുന്നത് സ്ഥിരീകരണമായിട്ടില്ല. ഇപ്പം നിലവിൽ 4 മക്കൾ ജീവനോടെ ഉണ്ട്. അത് മുസ്തഫ മൂത്തയാൾ, രണ്ടാമത്തത് മുജ്തബ, മൂന്നാമത്തെ ആൾ മസൂദ്, നാലാമത്തത് മെയ്സം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. അപ്പോൾ അതിൽ മൂത്തയാളാണ് മുസ്തഫ. മുജ്തബ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആളാണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ആത്മീയ നേതാവ്, ആയത്തുള്ള അലി ഖംനായിക്ക് പകരമായിട്ട് വന്ന ആൾ. പിന്നെ മസൂദ്, മെയ്സം. മരണപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ അതിൽ കൊല്ലപ്പെട്ട ആൾ എന്ന് പറയുന്ന സമയത്ത് ഖംനായി കൊല്ലപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ, ആ മകനാണ് ഇപ്പോൾ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം, അതായത് വളർത്തു മകനോ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ കൃത്യമായി വിവരം പുറത്ത് വന്നിട്ടില്ല. പിന്നീട് മകളുടെ ഭർത്താവ്, മകൻ്റെ ഭാര്യ, മകൻ എന്ന് പറഞ്ഞാൽ മുജ്തബ ഖംനായിയുടെ ഭാര്യ, പിന്നീട് അവരുടെ 14 മാസം പ്രായമുള്ള ഒരു കൊച്ചുമകൻ. ഇവരുടെ ആരുടെയും ഈ പേരുകൾ പുറത്ത് വിടാത്തത് കൊണ്ട് വലിയ പ്രശ്നമുണ്ട്. കാരണം അത് കൃത്യമായ രീതി മനസ്സിലാക്കാൻ പറ്റില്ല. അത് മകൻ്റെയും മകളുടെ ഭർത്താവിൻ്റെയും മകൻ്റെ ഭാര്യയുടെയും ഈ ചെറിയ കുട്ടിയുടെയും ഒക്കെ പേര് വിവരങ്ങൾ ഇപ്പോഴും ഇവർ ഇറാൻ്റെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പുറത്ത് വന്നിട്ടില്ല. മരണം നടക്കുന്നത് ഫെബ്രുവരി 28 നമുക്കറിയാം. അടക്കം ചെയ്തത് ജൂലൈ 9 131 ദിവസങ്ങൾക്ക് ശേഷം. 20 ദശലക്ഷം അഥവാ 2 കോടി ജനങ്ങൾ പങ്കെടുത്തതാണ്. ലോക ചരിത്രത്തിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രാഷ്ട്ര നേതാവ് മരണപ്പെട്ടിട്ട് 2 കോടി ജനങ്ങൾ പങ്കെടുത്ത ഒരു സംസ്കാര ചടങ്ങും ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതും യുദ്ധമുഹൂർത്തത്തിൽ, യുദ്ധഘട്ടത്തിലാണ്. 8-ാം തീയതിയൊക്കെ മാരകമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന സമയത്ത് 9-ാം തീയതി അടക്കം ചെയ്യുന്ന വലിയ രീതിയിൽ തകൃതിയായ പ്രവർത്തനം. അവർക്ക് യുദ്ധം പ്രശ്നമല്ല എന്ന രീതിയിലാണ്. ഇപ്പോൾ മുജ്തബ ഖംനായി പങ്കെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മരണാനന്തര ചടങ്ങ് നടക്കപ്പെട്ടത് 6 സ്ഥലങ്ങളിലാണ്. തെഹ്റാൻ, കോം, മഷദ്, നജഫ്, കർബല, ബാഗ്ദാദ്. ഈ മഷദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും 6ാമത്തെ സ്ഥലമായിട്ടാണ് വന്നത്. അഥവാ തെഹ്റാനിലാണ് ഏറ്റവും വിപുലമായിരിക്കുന്ന ചടങ്ങുകൾ ഭൗതിക രാഷ്ട്രീയപരമായ രീതി നടന്നത്. അതായത് രാഷ്ട്രതലവന്മാരൊക്കെ പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നത് തെഹ്റാനിലാണ്. രണ്ടാമത് കോമിലാണ് പ്രാർത്ഥനാ സംബന്ധമായ കാര്യങ്ങൾ, മതപരമായിരിക്കുന്ന ചടങ്ങിലേക്ക് കോമിലാണ് മതപരമായിരിക്കുന്ന ചടങ്ങ് കാര്യങ്ങൾ നടന്നത്. ഇവിടെയാണ് മുജ്തബ ഖംനായി ആദ്യമായിട്ട് പങ്കെടുത്തതെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന്, അതായത് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി എന്ന റിപ്പോർട്ടുണ്ട്. ഒരുപാട് പേരിങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ മയ്യത്ത് നിസ്കാരം നടക്കുന്നു, മാറി നിസ്കരിക്കുന്നു. ഒന്ന് അദ്ദേഹമാണ് വന്നത്. അദ്ദേഹം വന്ന സമയത്ത് തന്നെ സൈനികർ അദ്ദേഹത്തെ വട്ടമിട്ട് വളഞ്ഞു. അപ്പോൾ ആരാണ് ഏതാണ് എന്നത് പുറത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. ചില ആളുകൾ മുജ്തബ ഖംനായി എന്ന് വിളിച്ചു പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. മുൻഭാഗത്തും പിറകുഭാഗത്തും സൈനികർ വളഞ്ഞു. സൈനികരോടൊപ്പമാണ് ആ നിസ്കാരം നടന്നത്. പിന്നീട് അയാൾ അപ്രത്യക്ഷമായി. ഇതാണ് ആദ്യത്തെ പ്രാദേശിക റിപ്പോർട്ട്. കോമനിൽ നിന്ന് പിന്നീട് എന്തുണ്ടായി, നജഫിലേക്ക് കൊണ്ടുപോകുന്നു. നജഫ് എന്ന് പറഞ്ഞാൽ അത് ഈ ഇറാഖിലാണ്. ഇറാഖിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ്, വിമാനമാർഗം കൊണ്ടുപോകുന്നു. പിന്നീട് ബാഗ്ദാദിലേക്ക്, അതല്ലെങ്കിൽ ബാഗ്ദാദിൽ നിന്ന് നജഫിലേക്ക്, 2 രീതി അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഏറ്റവും ഒടുവിൽ കർബല എന്ന് പറഞ്ഞാൽ അവരുടെ വിശുദ്ധ നഗരമാണ്. ഇമാം ഹുസൈൻ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഏരിയ ആണ്. അവരെ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകാരിക തലമുള്ള ഒരു വിശുദ്ധമായിരിക്കുന്ന നഗരമാണ് കർബല എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള
ഇടം കൂടിയാണ് ഇവിടെയാണ് ഇമാം ഹുസൈൻ അദ്ദേഹത്തെ കഷ്ണങ്ങളാക്കിയിട്ട് കൊലപ്പെടുത്തിയത്. 30 കഷ്ണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ രീതിയിൽ വെട്ടിമുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. രക്തം തളം കെട്ടി നിന്ന ഒരു ദേശത്തിൻ്റെ ഭാഗമാണ്. എന്നിട്ട് അദ്ദേഹം അടക്കം ചെയ്തത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഒരിടത്ത് അടക്കം ചെയ്തിട്ടില്ല എന്നും പറയും. ഓക്കെ, നമ്മൾ ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് അത് പറയുന്നില്ല. അങ്ങനെ ഇവിടെ കർബലയിൽ നിന്ന് പിന്നീട് വരുന്നത് മഷദിലേക്കാണ്. മഷദ് എന്ന് വെച്ചാൽ ഇറാനിലാണ് എന്ത് ചെയ്യേണ്ടത്? അടക്കം ചെയ്യേണ്ടത്. അത് 9-ാം തീയതിയാണ്. 8-ാം തീയതി ഉള്ളത് എവിടെയാണ്? കർബലയിലാണുള്ളത്. 8-ാം തീയതി 9-ാം തീയതിയിൽ ഇവിടേക്ക് എത്തുന്നു, മഷദിലെത്തിയ സമയത്ത് അടക്കം ചെയ്യുന്നതിനിടയിൽ വീണ്ടും മുജ്തബ കംനായി പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ, എവിടുന്ന്, അങ്ങനത്തെ യാതൊരു വിവരങ്ങളും ഇല്ല. പക്ഷേ ഇതൊക്കെ ഗവൺമെൻറ് തലത്തിൽ റെക്കോർഡാണ്. ഫോട്ടോ, വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരാൾക്കും ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും സാധിച്ചിട്ടില്ല. ഒരു മങ്ങിയ ചിത്രം, അതായത് ഇദ്ദേഹം വന്നിട്ട് നിൽക്കുന്ന ഒരു മങ്ങിയ ചിത്രം പ്രാദേശിക തലത്തിലൊക്കെ പ്രചരിച്ചിരുന്നു. പിന്നീട് അത് അപ്രത്യക്ഷമായി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് 2 രാജ്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു നേതാവിൻ്റെ, രാഷ്ട്രഭരണാധികാരിയുടെ മൃതദേഹം മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ട് വന്നത് അപൂർവമാണ്. അപൂർവം എന്ന് വെച്ചാൽ ഇദ്ദേഹം മാത്രമല്ല, ഇതിന് മുൻപ് 2 പേര് കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര രാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർ പങ്കെടുത്തതും ഇത്രയേറെ ജനപങ്കാളിത്തമുള്ളതും ഒരു വൈകാരിക തലം സൃഷ്ടിച്ചതും ആയത്തുള്ള അലി ഖംനൈ മാത്രമേ ഉള്ളൂ. ആ ഖുമൈനി മരണപ്പെട്ട സമയത്ത്, ആയത്തുള്ള അലി ഖുമൈനി മരണപ്പെട്ട സമയത്ത് ഇറാനിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നത്. 2004 നവംബർ മാസം 11-ാം തീയതി ഫ്രാൻസിൽ വെച്ച് യാസർ അറഫാത്ത് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഫ്രാൻസിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നു. കർമ്മങ്ങളും എല്ലാ പ്രവൃത്തികളും, മരണാനന്തര പ്രധാനമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തത് ഈജിപ്തിൽ വെച്ചിട്ടാണ്. അവിടുന്ന് പിന്നെ കാര്യങ്ങളുമായിട്ട് നിസ്കാരങ്ങൾ, ഈ ബാക്കിയുള്ള മയ്യത്ത് കുളിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഫലസ്തീനിലേക്ക്, റാമല്ല എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ റാമല്ലയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ അടക്കം ചെയ്തു. അതിലും അത്യാവശ്യം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ 10-ൽ 1 പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഫ്രാൻസിൽ നിന്ന് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് 3 രാജ്യങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അറഫാത്ത് കൊല്ലപ്പെട്ടു എന്നുള്ളതും മരണപ്പെട്ടു എന്നുള്ളതും ആദ്യാദ്യ റിപ്പോർട്ടുകൾ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടായത്. നല്ല രീതിയിൽ ഇവിടെ നിന്ന് ആരോഗ്യവാനായിട്ടാണ് ഫ്രാൻസിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി അറഫാത്ത് പോകുന്നത്. അന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് അദ്ദേഹത്തെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് റാമല്ലയിലേക്ക് പോകുന്നതും അവിടെ അദ്ദേഹമായിട്ട് നിസ്കരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഒരുപാട് കാലം മുസ്ലിം പ്രവർത്തകന്മാരൊക്കെ പല മേഖലകളിലും ആ ചിത്രങ്ങളൊക്കെ വെക്കുമായിരുന്നു. അത് ആ കാലത്ത് നടന്ന മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ്, എനിക്ക് തോന്നുന്നു 2-ാം ഭരണകാലത്താണെന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും ആ കാലത്താണ് ഈ സംഭവങ്ങൾ നടന്നത്. അവിടെ എത്തി ചികിത്സ തുടങ്ങി. പിന്നീട് 2-ാമത്തെ ദിവസം തന്നെ മസ്തിഷ്ക ആഘാതമുണ്ടായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പം കൊല്ലുന്ന പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മരണം സ്ഥിരീകരിച്ചു, മരണപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണാനന്തര റിപ്പോർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കം കൊടുത്തിട്ടില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പാലസ്തീൻ അതോറിറ്റിയും ഫ്രാൻസിലെ ഗവൺമെൻറ് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പിന്നെ ഈ സുഹാ അറഫാത്ത് എന്ന് പറഞ്ഞാൽ അറഫാത്തിൻ്റെ ഭാര്യയും മകളും അവൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ആ റിപ്പോർട്ടിൻ്റെ ഒടുവിലെ ഭാഗം വന്നത് അറഫാത്തിൻ്റെ അണ്ടർവെയറിൽ പ്ലൂട്ടോണിയം എന്ന് പറയുന്ന രാസവസ്തു കയറ്റി വെച്ചുകൊണ്ട് അണുബാധ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അഥവാ ഫ്രാൻസിൽ വെച്ച് യഥാർത്ഥം ചികിത്സിച്ചത് ഇസ്രായേലി ഡോക്ടർമാരാണ് എന്ന് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടായിട്ട് വന്നു. അങ്ങനെ കൊലപ്പെടുത്തിയതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നല്ലോണം ആരോഗ്യത്തോടു കൂടി പോയ മനുഷ്യരാണ്. ഫ്രാൻസിൽ വെച്ചാണ് നല്ല ചികിത്സ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം ഫ്രാൻസിൽ നിന്ന് ഈജിപ്തിലേക്ക്, അവിടെ നിന്ന് പാലസ്തീനിലേക്ക് വന്നുകൊണ്ടാണ് യാസർ അറഫാത്തിനെ മറവ് ചെയ്തത്. 2022 സെപ്റ്റംബർ 8-ന് എലിസബത്ത് രാജ്ഞി, ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി 2 മരണപ്പെടുന്ന സമയത്ത് മൃതദേഹം സ്കോട്ട്ലൻഡിലാണുള്ളത്. സ്കോട്ട്ലൻഡിൽ നിന്ന് പിന്നീട് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നു. അതും 2 രാജ്യങ്ങൾ ടച്ചുണ്ട്. രാജ്യം എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിനെ പറ്റി പറയുന്നത് സ്വതന്ത്ര രാജ്യമാണ്, പക്ഷേ പരമാധികാരമല്ല. പരമാധികാരം ബ്രിട്ടനുമായിട്ട് ലിങ്ക് ചെയ്താണ്. എന്നാലും രാജ്യമായിട്ട് അത് അറിയപ്പെടുന്നു എന്ന് ചുരുക്കം.
അപ്പോൾ അങ്ങനെ നമ്മൾ ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് 3 സംഭവങ്ങളാണ് രാജ്യത്തിൽ നിന്ന് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. പക്ഷേ ആയത്തുള്ള അലി ഖംനായുടേത് പറയുന്ന സമയത്ത് 2 കോടി ജനങ്ങൾ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന സംഭവമല്ല. മാത്രമല്ല, ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ യുദ്ധമുഹൂർത്തത്തിൽ, യുദ്ധഘട്ടത്തിൽ ഏറ്റവും വിശ്വാസപരമായി അവരുടെ ആചാര കർമ്മങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് അടക്കം ചെയ്യാൻ സാധിക്കും. ഒരു ഭാഗത്ത് യുദ്ധം നടക്കുന്നു, കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമാണ്. ആ സമയത്താണ് 2 കപ്പൽ, സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും കപ്പൽ ഇറാൻ തകർക്കുന്നു. ഇറാൻ്റെ അകത്ത് കയറി അമേരിക്ക ബോംബിടുന്നു. ആ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ആയത്തുള്ള അലി ഖംനായെ അടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്നു. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, മുജ്തബ ഖംനായി പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന, കൃത്യമായിരിക്കുന്ന ഒരു സത്യമാണ്. അതിൻ്റെ ചിത്രകാര്യങ്ങളോ അല്ല ബാക്കിയുള്ളതൊക്കെ ഒരു പക്ഷേ പുറത്ത് വിട്ടാൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അങ്ങനത്തെ ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.